നേരം വെളുക്കാറായി. സോളമ, എന്റെ മീരയ്ക്ക് എന്തെങ്കിലും? ഒന്നും സംഭവിച്ചിരിക്കേടയില്ല. സോളമ, ഈ ലോകത്ത് എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച? സഞ്ജയ്, ഞാൻ പറഞ്ഞില്ലേ, മീരയ്ക്കൊന്നും സംഭവിച്ചിരിക്കില്ല. നമുക്ക് കണ്ടുപിടിക്കാം. പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? ഇന്നത്തെ ഒരു പാലൂടെ കഴിയട്ടെ. ഒരു തുമ്പും കിട്ടിയില്ലെങ്കിൽ നമുക്ക് നാളെ പരാതി കൊടുക്കാം. പൂജ വാഷ് ചെയ്യാൻ പോയി തിരിച്ചു വന്ന് 20-30 മിനിറ്റിനകമാണ് മീരയെ കാണാതായിരിക്കുന്നത്. ആ സമയത്ത് കുറച്ചു നേരം കറണ്ടും പോയിരുന്നു. റൂമിന്റെ താക്കോലാട്ടെ മീരയുടെ കയ്യിലും. മീര വരുമ്പോൾ രാഖിയും വീണയും അവിടെ ഉണ്ടായിരിക്കുകയും ചെയ്തിരുന്നു. എന്നുവെച്ചാ മീര വാതിൽ തുറക്കുമ്പോൾ അകത്താരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇനിയും അങ്ങനെ ആൾ ഉണ്ടെന്ന് തന്നെ വെക്കുക. പക്ഷെ അയാൾക്ക് തീർച്ചയായും മീരയെ ഫോളോ ചെയ്ത് അകത്തേക്ക് കയറാൻ കഴിയില്ല. കാരണം ആ സമയത്ത് റൂമിനടുത്ത് തന്നെ രാഖിയും വീണയും ഉണ്ടായിരുന്നു. ഹോസ്റ്റലിലെ വരാന്തയിലാട്ടെ പൂജയും. പിന്നെ എങ്ങോട്ടാണ് മീര പോയത്? ഏയ്, വിഷമിക്കില്ല മീര. ഇതൊക്കെ മാറും. എല്ലാ പ്രണയങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ. എല്ലാം ശരിയാവും. മീര, നമ്മൾ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പരസ്പരം കണ്ടു, സ്നേഹിച്ചു, വിവാഹം കഴിച്ചു. മീര, അച്ഛൻ, അമ്മയ്ക്കെന്നെ മനസ്സിലാവും. പക്ഷെ അച്ഛൻ... എനിക്കറിയാം നിന്റെ അച്ഛന് നിന്നോടുള്ള സ്നേഹം. എല്ലാ അച്ഛന്മാരും അങ്ങനെയാ. അവരുടെ സമ്പാദ്യവും അഭിമാനവും ഒക്കെ സ്വന്തം പെൺമക്കളാ. അതുകൊണ്ട് സമാധാനിക്കേ, എല്ലാം ശരിയാവും. ജോലിയെ ചൊല്ലിയുള്ള നിങ്ങളെ വഴക്ക് എന്തെങ്കിലും അസ്വാരസ്യത്തിലോ കലഹത്തിലോ കലാശിച്ചിരുന്നോ? ഇല്ല സോളമ, അതൊരു സ്വാഭാവികമായ പിണക്കം മാത്രമായിരുന്നു. അതിന്റെ പേരിൽ അവളൊരു കടുങ്കൈ ചെയ്യില്ല. മാത്രമല്ല, അവൾ ജോലി റിസൈൻ ചെയ്യാൻ മടിച്ചിരുന്ന ഒരേ ഒരു കാരണം ഞങ്ങളുടെ ഇടയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മാത്രമായിരുന്നു. പിന്നെ ജോലി റിസൈൻ ചെയ്യാൻ മീര സമ്മതിച്ചിരുന്നോ? സമ്മതിച്ചിരുന്നു.